നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഓരോ വീട്ടിലും ഓരോ ഓഫീസിലും ഓരോ കടയിലും പുഞ്ചിരിക്കുന്ന ഉരുണ്ടുതടിച്ച ആ ലാഫിംഗ് ബുദ്ധ ഇരിക്കുന്നത്? ആളുകൾ പറയുന്നു ഇത് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണെന്ന്. എന്നാൽ സ്വർണസഞ്ചികളും നാണയങ്ങളും ധനത്തിന്റെ രൂപങ്ങളുമൊക്കെയുള്ള ഒരു ബുദ്ധനെപ്പോലെയുള്ള സന്യാസിയെ എന്തിനാണ് ഇത്തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ആ ചിരി വെറുമൊരു സന്തോഷം മാത്രമല്ല, മറിച്ച് ഏതെയൊരു നിഗൂഢശക്തിയുടെ സൂചനയാണെന്ന് തോന്നിയിട്ടില്ലേ? ആ വിഗ്രഹം വെറുമൊരു ലാഫിംഗ് ബുദ്ധയാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, അത് യഥാർത്ഥത്തിൽ സാക്ഷാൽ കുബേര മഹാരാജാവാണ്. ധനത്തിന്റെയും സമൃദ്ധിയുടെയും പ്രപഞ്ചത്തിലെ സാമ്പത്തിക ഊർജ്ജത്തിന്റെയും അധിപൻ. അതെ, ദേവന്മാരുടെ ഖജനാവ് സൂക്ഷിക്കുന്ന ഉത്തരദിക്കിന്റെ ഉടമയായ ദൈവിക സമ്പത്തിന്റെ സംരക്ഷകനായ അതേ കുബേരൻ. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സത്യം മറച്ചുവെക്കപ്പെട്ടു. കാരണം കുബേരന്റെ ആ ചിരിയുടെ അർത്ഥം മനസ്സിലാക്കുന്ന മനുഷ്യൻ ജീവിതത്തിലെ ഇല്ലായ്മയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. അവന്റെ ഉള്ളിൽ എങ്ങനെയൊരു ഊർജ്ജമുണരും എന്നുവെച്ചാൽ അവൻ കേവലം പണക്കാരൻ മാത്രമല്ല, ആത്മീയമായും സമ്പന്നനായിത്തീരും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആ രഹസ്യത്തിന്റെ വാതില് തുറക്കാൻ പോവുകയാണ്. ആ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവിക ശക്തി, ലാഫിംഗ് ബുദ്ധയുടെ യഥാർത്ഥ രൂപം, ധനത്തിന്റെ ഊർജ്ജവുമായി ബന്ധപ്പെട്ട പ്രപഞ്ചരഹസ്യം, ഇവയെല്ലാം നമ്മൾ ഇന്ന് അറിയും. ഓർക്കുക, ഇതൊരു കഥയല്ല, നിങ്ങളുടെ ഉള്ളിലെ ബോധത്തെ മാറ്റാൻ കെൽപ്പുള്ള സത്യമാണ്. ഈ വീഡിയോ വെറുതെ കണ്ടുപോകാതെ ഇതനുഭവിക്കുക. കാരണം ഇന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത് നിങ്ങളുടെ പണം, ഭാഗ്യം, എനർജി എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നേക്കുമായി മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ സത്യം അറിയാനുള്ള ആ ആകാംക്ഷയുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഉള്ളിലേക്ക് നോക്കാൻ ധൈര്യമുള്ളവർക്ക് മാത്രമേ ഇവിടെ രഹസ്യങ്ങൾ വെളിപ്പെടുകയുള്ളൂ. വളരെക്കാലം മുമ്പ് ഭൂമിയിൽ ദേവന്മാരും അസുരന്മാരും ഒരേപോലെ ശക്തിയുള്ളവരായിരുന്ന കാലത്ത് പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്കായി ഒരു ഊർജ്ജം സൃഷ്ടിക്കപ്പെട്ടു, കുബേരതത്വം. ഈ ഊർജ്ജം വെറും പണവുമായോ സ്വർണവുമായോ വെള്ളിയുമായോ ബന്ധപ്പെട്ടതായിരുന്നില്ല, മറിച്ച് സമൃദ്ധിയെ ആകർഷിക്കുന്ന ആ വൈബ്രേഷനായിരുന്നു അത്. ഒരു കാലത്ത് ഹിമാലയത്തിന്റെ ദേവനും ശിവന്റെ പരമഭക്തനും കൈലാസത്തിന്റെ സംരക്ഷകനുമായിരുന്ന കുബേരനെ ബ്രഹ്മാവ് ധനത്തിന്റെ ദേവനായി പ്രഖ്യാപിച്ചു. എന്നാൽ വളരെ കുറച്ചുപേർക്ക് മാത്രമേ അറിയൂ, കുബേരന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അദ്ദേഹത്തിന്റെ പുഞ്ചിരിയായിരുന്നു എന്ന്. കാരണം എപ്പോഴാണോ ഒരു വ്യക്തി സത്യസന്ധമായി ഉള്ളു തുറന്നു ചിരിക്കുന്നത്, അവന്റെ ആത്മാവിന്റെ ഫ്രീക്വൻസി പ്രപഞ്ചത്തിന്റെ അനന്തമായ ഊർജ്ജമണ്ഡലവുമായി ബന്ധിക്കപ്പെടുന്നു. ആ നിമിഷം മുതൽ പ്രപഞ്ചം അവന് നൽകാൻ തുടങ്ങുന്നു. അവൻ എന്താണോ അനുഭവിക്കുന്നത് അതുതന്നെ. അതുകൊണ്ടാണ് ലാഫിംഗ് ബുദ്ധയെ എപ്പോഴും ചിരിക്കുന്നതായി കാണിക്കുന്നത്. സമ്പത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത് ഉത്കണ്ഠ കൊണ്ടല്ല, മറിച്ച് പുഞ്ചിരി കൊണ്ടാണ് എന്ന് അദ്ദേഹം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ചോദ്യമിതാണ്, ലാഫിംഗ് ബുദ്ധയും കുബേരനും ഒരാളാകുന്നതെങ്ങനെ? യഥാർത്ഥത്തിൽ ഈ രഹസ്യം പുരാതന ടിബറ്റിലെയും ഭാരതത്തിലെയും യോഗികളുടെ സാധനകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. യോഗികൾ ധ്യാനിച്ചപ്പോൾ കുബേരന്റെ യഥാർത്ഥ രൂപം ചിരിക്കുന്നതായിട്ടാണ് അവർ കണ്ടത്. കാരണം ആ അവസ്ഥയിൽ കുബേരൻ അഹങ്കാരമില്ലാത്ത സമൃദ്ധിയുടെ പ്രതീകമായി മാറിയിരുന്നു. കാലം കടന്നുപോയി. ഭാരതത്തിൽ ബുദ്ധന്റെ യുഗം വന്നു. ഗൗതമ ബുദ്ധൻ മധ്യമാർഗത്തിന്റെ സന്ദേശമാണ് നൽകിയത്, ത്യാഗത്തിന്റെയും സംയമനത്തിന്റെയും. എന്നാൽ കുബേരന്റെ ഊർജ്ജം പ്രവർത്തിക്കുന്നത് ത്യാഗത്തിലൂടെയല്ല, മറിച്ച് സ്വീകാര്യതയിലൂടെയും നന്ദിയിലൂടെയുമാണ്. രണ്ട് ശക്തികളും വെളിച്ചത്തിലേക്കാണ് നയിക്കുന്നത്, പക്ഷേ വഴി വേറെയാണ്. ചൈനയിൽ ബുദ്ധന്റെ തത്വങ്ങളെത്തിയപ്പോൾ ആളുകൾ കുബേരന്റെ പ്രതീകത്തെ ബുദ്ധന്റെ രൂപവുമായി ചേർത്തുവച്ചു. അവിടെ നിന്നാണ് ലാഫിംഗ് ബുദ്ധ ഉണ്ടായത്. യഥാർത്ഥത്തിൽ അത് കുബേര മഹാരാജാവിന്റെ ദിവ്യരൂപം തന്നെയായിരുന്നു. ആ ചിരിക്കുന്ന മുഖത്തിന് പിന്നിലെ സന്ദേശം ഇതായിരുന്നു: സന്തോഷത്തിൽ നിന്നാണ് പണമുണ്ടാകുന്നത്, അല്ലാതെ പണത്തിൽ നിന്നല്ല സന്തോഷമുണ്ടാകുന്നത്. കുബേരന്റെ ഈ രഹസ്യമറിയുന്നവർ പറയുന്നത്, ആരെങ്കിലും ദിവസവും ഉള്ളു തുറന്നു ചിരിക്കുകയും പണത്തെ ഒരു ഊർജ്ജമായി കണ്ട് ബഹുമാനിക്കുകയും ചെയ്താൽ അവന്റെ ജീവിതം മാറുമെന്നാണ്. കാരണം പണം വെറുമൊരു കറൻസിയല്ല, അതൊരു ഫ്രീക്വൻസിയാണ്. കുബേരൻ പറയുന്നു, ധനം എന്നാൽ അത്യാഗ്രഹമല്ല, അതൊരു പ്രവാഹമാണ്. പണം പങ്കുവെക്കുന്നവന്റെ അടുത്തേക്ക് അത് വീണ്ടും വരുന്നു. അത് തടഞ്ഞു നിർത്തുന്നവന്റെ ജീവിതത്തിൽ സ്ഥിരത വന്നേക്കാം, പക്ഷേ ആനന്ദമുണ്ടാവില്ല. ലാഫിംഗ് ബുദ്ധയുടെ ചിരി ഈ പ്രവാഹത്തിന്റെ പ്രകടനമാണ്. അദ്ദേഹം പറയുന്നു, ചിരിക്കൂ, എങ്കിൽ പ്രപഞ്ചം ചിരിച്ചുകൊണ്ട് നിനക്ക് നൽകും. നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങൾ ഊർജ്ജത്തെ തുറന്നുവിടുകയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള തരംഗങ്ങൾ മാറുന്നു. ആ തരംഗങ്ങൾ കുബേരന്റെ പ്രഭാവത്തെ സജീവമാക്കുന്നു. ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ, എന്തിനാണ് എല്ലായിടത്തും ലാഫിംഗ് ബുദ്ധയെ വടക്ക് ദിക്കിൽ വെക്കണമെന്ന് പറയുന്നത്? കാരണം വടക്ക് കുബേരന്റെ ദിക്കാണ്, ധനത്തിന്റെ ഊർജ്ജപ്രവാഹം വരുന്ന ദിക്ക്, ബുദ്ധിയുടെയും സമ്പത്തിന്റെയും ഊർജ്ജം സംഗമിക്കുന്ന ദിക്ക്. ചിരിക്കുന്ന കുബേരനെ നിങ്ങൾ വടക്ക് ഭാഗത്ത് വയ്ക്കുമ്പോൾ സമൃദ്ധി ഒഴുകിത്തുടങ്ങുന്ന ആ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ബോധത്തെ ക്രമീകരിക്കുകയാണ്. മറ്റൊരു രഹസ്യം കേൾക്കൂ. ലാഫിംഗ് ബുദ്ധയുടെ വയറ്റിൽ തടവുന്ന ഒരു രീതിയുണ്ട്. ആളുകൾ പറയുന്നു ഇത് നല്ല ഭാഗ്യം കൊണ്ടുവരുമെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് വെറുമൊരു വിശ്വാസമല്ല, ഇതൊരു ഊർജ്ജക്രിയയാണ്.
കുബേരന്റെ വയർ മണിപൂര ചക്രത്തിന്റെ പ്രതീകമാണ്. ധനം, ധൈര്യം, ഇച്ഛാശക്തി എന്നിവയുടെ ഊർജ്ജ കേന്ദ്രമാണത്. ഒരു വ്യക്തി വിശ്വാസത്തോടും പുഞ്ചിരിയോടും കൂടി ആ വിഗ്രഹത്തെ സ്പർശിക്കുമ്പോൾ അവൻ സ്വന്തം മണിപൂര ഊർജ്ജത്തെ സജീവമാക്കുകയാണ്. അതായത് പണം സമ്പാദിക്കാനുള്ള ആന്തരിക ശക്തിയെ അവൻ ഉണർത്തുന്നു. അതുകൊണ്ട് ലാഫിംഗ് ബുദ്ധയെ ബഹുമാനത്തോടെ കാണുന്നവർ യഥാർത്ഥത്തിൽ കുബേരന്റെ ബോധത്തെ സ്വന്തം ഉള്ളിലേക്ക് ആവാഹിക്കുകയാണ്. എന്നാൽ ഇവിടെ നിന്നാണ് യഥാർത്ഥ രഹസ്യം തുടങ്ങുന്നത്. കുബേരന്റെ ചിരിയുടെ അർത്ഥം വെറും ആനന്ദം മാത്രമല്ല, ലോകത്തിന്റെ ഈ കളിയെ തിരിച്ചറിഞ്ഞ ഒരാളുടെ അവസ്ഥയാണത്. ധനം ഒരിക്കലും പുറത്തല്ല, അതെപ്പോഴും ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയ നിമിഷമാണ് കുബേരൻ ചിരിച്ചത്. പ്രപഞ്ചത്തിലെ ഓരോ കണികയിലും സമൃദ്ധിയുടെ പ്രവാഹമുണ്ടെന്നും ആർക്കും ഒന്നിനും ഒരു കുറവുമില്ലെന്നും അത് തിരിച്ചറിയാനുള്ള കാഴ്ചപ്പാട് മാത്രമേ കുറവുള്ളൂ എന്നും അദ്ദേഹം കണ്ടു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ധനത്തിന്റെ പ്രവാഹം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ചിരിക്കാൻ പഠിക്കൂ. ഉള്ളു തുറന്ന് നന്ദിയോടെ ഭയമില്ലാതെ ചിരിക്കൂ. പ്രപഞ്ചം പ്രതികരിക്കുന്നത് കഷ്ടപ്പാടുകളോടല്ല, മറിച്ച് പ്രസന്നതയോടാണ് എന്നാണ് കുബേരന്റെ ചിരി പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ എനർജി എപ്പോൾ ലൈറ്റാകുന്നുവോ അപ്പോൾ സമൃദ്ധി നിങ്ങളെ തേടിവരും. കുബേരന്റെ ചിരി വെറുമൊരു വികാരമായിരുന്നില്ല, അതൊരു മന്ത്രമായിരുന്നു. പ്രപഞ്ചത്തിന്റെ ഊർജ്ജത്തിന് വേഗത നൽകുന്ന ഒരു പ്രകമ്പനം. ആളുകൾ അതിനെ വെറുമൊരു പുഞ്ചിരിയായി കണ്ടു. എന്നാൽ യഥാർത്ഥത്തിൽ ആ ചിരി വെറുമൊരു ശബ്ദമായിരുന്നില്ല, അതൊരു സ്പന്ദനമായിരുന്നു. ഓരോ ചിരിയും ഓരോ പുഞ്ചിരിയും ഓരോ തരംഗത്തെ സൃഷ്ടിക്കുന്നു. ആ തരംഗം സഞ്ചരിക്കുന്നത് കാറ്റിലൂടെയല്ല, മറിച്ച് ബോധത്തിലൂടെയാണ്. യഥാർത്ഥ മനസ്സോടെ ചിരിക്കുന്നവൻ പ്രപഞ്ചത്തിന്റെ കുബേരമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. അവിടെ നിന്നാണ് സമൃദ്ധിയുടെ ഉറവിടം തുടങ്ങുന്നത്. ശാസ്ത്രങ്ങളിൽ പറയുന്നു, ഹാസ്യം പരമം ധനം, ചിരി തന്നെയാണ് പരമമായ ധനം. ഈ സൂത്രവാക്യം മനസ്സിലാക്കിയവൻ കുബേരന്റെ വാതിൽക്കൽ എത്തിച്ചേരുന്നു. കാരണം പണം വെറും നാണയങ്ങളല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ പ്രസന്നതയിൽ നിന്ന് ജനിക്കുന്ന ശക്തിയാണ്. നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. ഒരു വ്യക്തി ചിരിക്കുമ്പോൾ അവന്റെ ഹൃദയം തുറക്കുന്നു. ഹൃദയം തുറക്കുക എന്നാൽ ഊർജ്ജത്തിന്റെ പ്രവാഹം എന്നാണ് അർത്ഥം. എവിടെ പ്രവാഹമുണ്ടോ അവിടെ സമൃദ്ധിയുണ്ട്. കുബേരൻ പഠിപ്പിച്ചത് ഇതാണ്: ഊർജ്ജം ഒഴുകുന്നിടത്തേക്ക് ധനം പോകും. അതായത് ഉള്ളിൽ ഭയവും അതൃപ്തിയും വെച്ച് നടക്കുന്നവന്റെ ജീവിതത്തിൽ ധനത്തിന്റെ പ്രവാഹം നിലച്ചുപോകും. അവൻ എത്ര കഷ്ടപ്പെട്ടാലും എന്തെങ്കിലുമൊന്ന് എപ്പോഴും അപൂർണമായിരിക്കും. കാരണം അവന്റെ ഉള്ളിലെ വാതിൽ അടഞ്ഞുകിടക്കുകയാണ്. എന്നാൽ ഉള്ളു തുറന്ന് ചിരിക്കുന്ന, നന്ദിയുള്ള ആനന്ദത്തിൽ ജീവിക്കുന്ന ഒരാൾ കുബേരന്റെ ഊർജ്ജം സ്വതന്ത്രമായി ഒഴുകുന്ന പ്രപഞ്ചത്തിന്റെ ആ വാതിലിനെ തുറക്കുന്നു. കുബേരന്റെ രണ്ടാമത്തെ രഹസ്യം അഹങ്കാരമില്ലാത്ത സമൃദ്ധിയാണ്. പണത്തെ തന്റെ ശക്തിയായി കാണാതെ സേവനമായി കാണുമ്പോഴാണ് പണം ഒരാളുടെ കൂടെ നിൽക്കുക. അതുകൊണ്ടാണ് കുബേരനെ ഒരിക്കലും രാജകീയ ഭാവത്തിൽ കാണിക്കാത്തത്. അദ്ദേഹത്തിന്റെ ഭാവം എപ്പോഴും വളരെ അയഞ്ഞതും സുഖകരവുമാണ്. കൈയിൽ സഞ്ചിയുണ്ടാകും, പക്ഷേ മുഖത്ത് സമ്മർദ്ദമില്ല. കാരണം പണത്തിന് അടിമപ്പെടാത്തവനാണ് പണത്തിന്റെ യഥാർത്ഥ യജമാനൻ എന്ന് അദ്ദേഹത്തിനറിയാം. ലാഫിംഗ് ബുദ്ധയുടെ ചിരിയിലുള്ള ആ ലാളിത്യം ഇതാണ് പറയുന്നത്: പണം സമ്പാദിക്കൂ, ആനന്ദിക്കൂ, പക്ഷേ അതിൽ അള്ളിപ്പിടിച്ചിരിക്കരുത്. കാരണം പണം ഒഴുകുന്നതാണ്. ഒഴുക്ക് നിലച്ചാൽ അവിടെ നാറ്റം വരും. എന്തുകൊണ്ടാണ് ലാഫിംഗ് ബുദ്ധയെ തടിച്ച് പ്രസന്നനായി ചിരിക്കുന്നതായി കാണിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറും ആനന്ദത്തിന്റെ പ്രതീകം മാത്രമല്ല, സമൃദ്ധമായ ഊർജ്ജത്തിന്റെ ഭൗതിക രൂപമാണ്. പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നു, കുബേരന്റെ ശരീരം സ്വർണ്ണപ്രഭയാൽ നിർമ്മിച്ചതാണെന്ന്. അദ്ദേഹത്തിന്റെ വലിയ വയർവികാസത്തിന്റെ പ്രതീകമാണ്. അതായത് ജീവിതത്തെ സ്വീകരിക്കുക. ജീവിതത്തെ അത് വരുന്നതുപോലെ സ്വീകരിക്കുന്നവന്റെ ഉള്ളിൽ ഊർജ്ജം വികസിക്കുന്നു. ആ വികാസമാണ് അവനെ ആകർഷണ കേന്ദ്രമാക്കി മാറ്റുന്നത്. എത്രത്തോളം സ്വീകരിക്കുന്നുവോ അത്രത്തോളം ലഭിക്കും, എത്രത്തോളം എതിർക്കുന്നുവോ അത്രത്തോളം നഷ്ടപ്പെടും എന്നാണ് ആ വയർ പറയുന്നത്. ഇനി മറ്റൊരു ഗൂഢസത്യം: കുബേരന്റെ ചിരിയും മനുഷ്യന്റെ ശ്വാസവും ഒരേ രഹസ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആഴത്തിൽ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം നീളുന്നു. ആ നിമിഷം ശരീരത്തിലെ എല്ലാ നാഡികളും തുറക്കുന്നു. പ്രാണന്റെ പ്രവാഹം വർദ്ധിക്കുന്നു. ആ പ്രാണശക്തി തലച്ചോറിലെത്തുമ്പോൾ അഗ്നിതത്വത്തെ സജീവമാക്കുന്നു. ഈ അഗ്നിതത്വമാണ് ധനം ഉൽപ്പാദിപ്പിക്കാനുള്ള മാനസിക ശക്തി. ഇന്ന് ശാസ്ത്രവും പറയുന്നു, നിങ്ങൾ ചിരിക്കുമ്പോൾ ശരീരം എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ തലച്ചോറിനെ വിജയത്തിന്റെയും സമൃദ്ധിയുടെയും അവസ്ഥയിൽ നിലനിർത്തുന്നു. അതായത് കുബേരന്റെ രഹസ്യം ഇപ്പോൾ ശാസ്ത്രവും അംഗീകരിക്കുന്നു. കുബേരന്റെ ചിരിയുടെ അടുത്ത അർത്ഥം നന്ദി എന്നാണ്. ചിരിക്കാൻ കഴിയുന്നവന് നന്ദി പറയാൻ കഴിയും. നന്ദി പറയുന്നവന്റെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവില്ല. കുബേരന്റെ ചിരിയിൽ നന്ദിയുടെ തരംഗം മുഴങ്ങുന്നുണ്ട്. കുറച്ചു യോഗികൾക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം കേൾക്കൂ. കുബേരന്റെ ചിരിയിൽ ഒരു ശബ്ദരഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്: ഓം ശ്രീം കുബേരായ നമ. ഇത് വെറുമൊരു ജപമല്ല, ഇതൊരു ഫ്രീക്വൻസി അലൈൻമെന്റാണ്. ആരെങ്കിലും ഹൃദയത്തിൽ സന്തോഷത്തോടെ ഈ മന്ത്രം ജപിച്ചാൽ അവരുടെ ഓറ സ്വർണ്ണനിറമാകാൻ തുടങ്ങും. ഈ സ്വർണ്ണപ്രഭയാണ് കുബേരമണ്ഡലത്തിന്റെ അടയാളം. പക്ഷേ ഒരു മുന്നറിയിപ്പുണ്ട്: അത്യാഗ്രഹം, ഭയം അല്ലെങ്കിൽ അക്ഷമ എന്നിവയോടെ ഇത് ജപിച്ചാൽ ഫലം കിട്ടില്ല.
കാരണം കുബേരന്റെ ഊർജം ചിരിയിലൂടെയാണ് സജീവമാകുന്നത്, സമ്മർദ്ദത്തിലൂടെയല്ല. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയൂ, ഞാൻ സമൃദ്ധനാണ്, ഞാൻ കുബേരന്റെ ഊർജത്തിന്റെ ഭാഗമാണ്. പ്രപഞ്ചം നിങ്ങളുടെ തരംഗത്തെ തിരിച്ചറിയും. സാവധാനം ആ ഊർജം നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ മാറ്റാൻ തുടങ്ങും. ലാഫിംഗ് ബുദ്ധ പറയുന്നു, ആദ്യം ഉള്ളിൽ ചിരിക്കൂ, പിന്നീട് പുറം ലോകം ചിരിക്കും. കുബേരനെ നമസ്കരിക്കുന്നവർ യഥാർത്ഥത്തിൽ സ്വന്തം സമൃദ്ധമായ രൂപത്തെ തന്നെയാണ് വണങ്ങുന്നത്. കുബേരൻ പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ബോധത്തിന്റെ ഏതോ കോണിൽ എവിടെയാണോ പുഞ്ചിരി ജനിക്കുന്നത് അവിടെ. നിങ്ങൾ ഇത്രയും വരെ കേട്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ആത്മാവ് ഈ അറിവുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. ലാഫിംഗ് ബുദ്ധയുടെ ചിരി ഒരു യാദൃശ്ചികമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുബേരനെ ഉണർത്തുന്ന ഫ്രീക്വൻസിയാണ്. കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ എഴുതൂ, ഞാൻ എന്റെ കുബേര ഊർജ്ജത്തെ ഉണർത്തുന്നു. സമൃദ്ധിയും ധനവും ദിവ്യ ഊർജ്ജവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് ഈ പ്രപഞ്ചം അറിയട്ടെ. ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇവിടെ ഓരോ രഹസ്യവും നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തെ ഉണർത്താൻ വന്നതാണ്. കുബേരന്റെ ഊർജ്ജത്തെ മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി അറിയണം. പ്രപഞ്ചം സംസാരിക്കുന്നത് പ്രതീകങ്ങളിലൂടെയാണ്. ലാഫിംഗ് ബുദ്ധയുടെ വിഗ്രഹവും അത്തരമൊരു കോഡാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ തടിച്ച പ്രസന്നമായ മുഖം, തുറന്ന വയർ, രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തിച്ചിരിക്കുന്ന രൂപം. ചിലപ്പോൾ കൈയിൽ സ്വർണസഞ്ചി, ചിലപ്പോൾ നാണയങ്ങളുടെ മാല, ചിലപ്പോൾ കുട്ടികളുടെ കൂടെ, ചിലപ്പോൾ വഞ്ചിയിലിരിക്കുന്നു. ഓരോ മുദ്രയും ഓരോ ഊർജ്ജസൂത്രമാണ്. കൈകൾ ഉയർത്തിയത്, ലാഫിംഗ് ബുദ്ധ രണ്ട് കൈകളും ഉയർത്തിച്ചിരിക്കുന്നത് സ്വീകാര്യതയുടെ ലക്ഷണമാണ്. ഞാൻ പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നർത്ഥം. ഇതാണ് കുബേരന്റെ ആവാഹനമുദ്ര. സ്വർണസഞ്ചി, കൈയിലുള്ള സഞ്ചി വെറും സ്വർണമല്ല, കർമ്മഫലങ്ങളുടെ പ്രതീകമാണ്. കുബേരൻ കഷ്ടപ്പെട്ടല്ല പണമുണ്ടാക്കിയത്, കർമ്മങ്ങളുടെ സന്തുലിതാവസ്ഥയിലൂടെ അതിനെ ആകർഷിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ വിത്താണ്, ഓരോ വികാരവും ഓരോ നിക്ഷേപമാണ്. നിങ്ങൾ നൽകുന്ന വികാരങ്ങൾ നാളെ ഫലമായി തിരിച്ചുവരും. കുട്ടികളാൽ ചുറ്റപ്പെട്ട ലാഫിംഗ് ബുദ്ധ ആനന്ദവികാസത്തിന്റെ മുദ്രയാണ്. കുട്ടികൾ ഊർജ്ജത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്. അവർക്ക് ആകുലതകളില്ല, താരതമ്യങ്ങളില്ല. അവർ ചിരിക്കുന്നു, കളിക്കുന്നു. ആ നിഷ്കളങ്കമായ അവസ്ഥയാണ് കുബേരന്റെ അനന്തമായ സമ്പത്തിന്റെ രഹസ്യം. കുട്ടികളെപ്പോലെ ജീവിതത്തെ ഒരു കളിയായി കണ്ടാൽ പ്രപഞ്ചം നിങ്ങളുടെ കൂടെ കളിക്കാൻ തുടങ്ങും. അപ്പോൾ അത്ഭുതങ്ങൾ സാധാരണമാകും. വഞ്ചിയിലിരിക്കുന്ന ലാഫിംഗ് ബുദ്ധ ജീവിതയാത്രയുടെ പ്രതീകമാണ്. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾക്കിടയിലും ചിരിച്ചുകൊണ്ട് വഞ്ചി തുഴയുന്ന കുബേരൻ. ഒഴുക്കിനൊപ്പം നിൽക്കുന്നിടത്തോളം നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് ആ ചിരി പറയുന്നു. ഒഴുക്കിനെ തടയാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം. തടയുക എന്നാൽ ഭയപ്പെടുക എന്നാണ്. ഭയമാണ് ധനത്തിന്റെ ഏറ്റവും വലിയ ശത്രു. കുബേരന്റെ ചിരിക്ക് ഒരു ഊർജ്ജശാസ്ത്രമുണ്ട്. ഓരോ വികാരവും ഓരോ തരംഗമാണ്. കുബേരന്റെ ചിരി 888 ഹെർട്സ് എന്ന പ്രോസ്പെരിറ്റി ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാതന കാലത്ത് യോഗികൾ ധ്യാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഈ തരംഗത്തിലായിരുന്നു. ഈ തരംഗവുമായി ബന്ധപ്പെടുന്നവരുടെ ജീവിതത്തിൽ പണവും അവസരങ്ങളും സുഖവും തനിയെ ഒഴുകിയെത്തും. അതുകൊണ്ടാണ് ലാഫിംഗ് ബുദ്ധയുടെ ചിരിയെ അലൗകിക വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. വിഗ്രഹം വെറും കല്ലല്ല, അതൊരു ഊർജ്ജ പ്രതിധ്വനിയാണ്. കുബേരന്റെ മൂന്നാമത്തെ തത്വം ദൃശ്യനിർമ്മാണത്തിന്റെ ശക്തിയാണ്. നിങ്ങൾ എന്താണോ കാണുന്നത് അതായിത്തീരുന്നു. നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അതിനെ ആകർഷിക്കുന്നു. എന്റെ ചിരിയെ കാണുമ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സമൃദ്ധിയുടെ ഒരു പുതിയ വിത്ത് പാകുകയാണ് എന്ന് ലാഫിംഗ് ബുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വീട്ടിൽ ലാഫിംഗ് ബുദ്ധയെ വെക്കുന്നത് വെറും അലങ്കാരമല്ല, അതൊരു എനർജി ടൂളാണ്. അത് നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കി ആ സ്ഥലത്തെ കുബേര തരംഗത്തിലേക്ക് മാറ്റുന്നു. കുബേരന്റെ ചിരി മറ്റൊരു ഗൂഢരഹസ്യം കൂടി പറയുന്നു. ധനം എപ്പോഴും ആനന്ദത്തിന് പിന്നാലെയാണ് വരുന്നത്, ഒരിക്കലും മുന്നിലല്ല. നിങ്ങൾ ആദ്യം ആനന്ദവാനായിരുന്നാൽ ധനം നിങ്ങളുടെ പിന്നാലെ ഓടിവരും. കുബേരന്റെ ചുറ്റും കാണുന്ന സ്വർണ്ണനിറം വെറും അലങ്കാരമല്ല, അത് കുബേര ഓറ ആണ്. ആ നിറത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് ധനത്തെ ആകർഷിക്കാനുള്ള കഴിവ് കൂടും. ശാസ്ത്രം ഇതിനെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. നിങ്ങൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, തലച്ചോറ് അതുമാത്രമേ കാണുകയുള്ളൂ. നിങ്ങൾ ദിവസവും സമൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ജീവിതം ആ ദിശയിലേക്കൊഴുകും. കുബേരന്റെ ചിരി നമ്മെ വർത്തമാന നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്നു. ഭൂതകാലത്തിലോ ഭാവിയിലോ അല്ല, വർത്തമാനത്തിലാണ് സമ്പത്ത് സൃഷ്ടിക്കപ്പെടുന്നത്. നാലാമത്തെ തത്വം സന്തുലിതാവസ്ഥ ആണ്. ധനവും ആത്മീയതയും ചേരുന്നതാണ് യഥാർത്ഥ സമൃദ്ധി. ലാഫിംഗ് ബുദ്ധ ഇതിന്റെ പ്രതീകമാണ്. അദ്ദേഹം ചിരിക്കുന്നു, കളിക്കുന്നു, ആസ്വദിക്കുന്നു. പക്ഷേ ഉള്ളിൽ ശാന്തനും സ്ഥിരതയുള്ളവനും ആത്മീയനുമാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ പാതി അടഞ്ഞതും പാതി തുറന്നതുമാണ്. ഒരു കണ്ണ് ലോകത്തിലേക്കും മറുകണ്ണ് ആത്മാവിലേക്കും. ഇതാണ് കുബേരന്റെ അവസ്ഥ. പണത്തിൽ ജീവിക്കുമ്പോഴും പണത്തിന് അതീതനാകുക. കുബേരന്റെ ചിരി സ്ഥിരമല്ല, അതൊരു കമ്പനമാണ്. കമ്പനത്തിന്റെ സ്വഭാവം പടരുക എന്നതാണ്.
അതുകൊണ്ട് ആ ഊർജത്തിന്റെ അടുത്തിരിക്കുന്നവർ ആ തരംഗത്തിൽ മുങ്ങിപ്പോകും. ആ തരംഗം നിങ്ങളുടെ ഉള്ളിലുമുണ്ട്. അതിനെ ഉണർത്താൻ 3 കാര്യങ്ങൾ മതി: പുഞ്ചിരി, നന്ദി, വിശ്വാസം. പുഞ്ചിരി നിങ്ങളെ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്നു. നന്ദി നിങ്ങളെ സമൃദ്ധിയുടെ ഒഴുക്കിലേക്ക് കൊണ്ടുപോകുന്നു. വിശ്വാസം ആ ഒഴുക്കിനെ നിലനിർത്തുന്നു. ആളുകൾ കരുതുന്നു കുബേരൻ ധനത്തിന്റെ ദേവനാണെന്ന്. എന്നാൽ ധനമെന്നാൽ വെറും പൊന്നും പണവുമല്ല. അത് മനുഷ്യന്റെ ചിന്തകളിലും വികാരങ്ങളിലും കർമ്മങ്ങളിലും ഒഴുകുന്ന ഊർജ്ജപ്രവാഹമാണ്. എപ്പോഴാണോ ഒരാളുടെ ഉള്ളിൽ കൃതജ്ഞതയും ആനന്ദവും സമർപ്പണവുമുണ്ടാകുന്നത്, അപ്പോൾ ആ ഊർജ്ജം ലാഫിംഗ് ബുദ്ധയുടെ ചിരിയായി പുറത്തുവരുന്നു. യഥാർത്ഥ സമ്പന്നൻ നാണയങ്ങൾ എണ്ണുന്നവനല്ല, ഊർജ്ജത്തിന്റെ പ്രവാഹത്തെ മനസ്സിലാക്കുന്നവനാണ്. കുബേരന്റെ ചിരി ഒരു മന്ത്രമാണ്. പ്രസന്നത തന്നെയാണ് സമൃദ്ധി. ജീവിതത്തിൽ തോറ്റുപോയെന്ന് കരുതുന്നവർ, ഭാഗ്യം തനിക്കെതിരാണെന്ന് കരുതുന്നവർ, ഒരിക്കൽ കുബേരന്റെ വിഗ്രഹത്തിന് മുന്നിലിരുന്ന് മൗനമായി ഒന്ന് ചിരിച്ചു നോക്കൂ. ഇത് മണ്ടത്തരമല്ല, ഊർജ്ജത്തിന്റെ അനുഷ്ഠാനമാണ്. കാരണങ്ങളില്ലാതെ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രപഞ്ചവുമായി ബന്ധപ്പെടുന്നു. അവിടെ കുബേരന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിവരുന്നു. ഓർക്കുക, കുബേരൻ ഒരിക്കലും ഭിക്ഷക്കാർക്ക് സ്വർണം കൊടുക്കില്ല. ആനന്ദത്തിൽ സമ്പന്നരായവർക്ക് മാത്രമേ അദ്ദേഹം ധനം നൽകൂ. ഉള്ളിൽ നിന്ന് ചിരിക്കാൻ പഠിച്ചവന് പുറംലോകം ഒരിക്കലും ശൂന്യമായി തോന്നില്ല. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. സങ്കൽപ്പിക്കൂ, നിങ്ങൾ കുബേരമഹാരാജാവിന്റെ മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ചിരി 4 ദിക്കുകളിലും മുഴങ്ങുന്നു. ഓരോ തരംഗവും നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നു. സാവധാനം നിങ്ങളുടെ ഉള്ളിൽ കൃതജ്ഞതയുടെ ഒരു ദീപം തെളിയുന്നു. ആ ദീപം പറയുന്നു, ഞാൻ തന്നെയാണ് കുബേരൻ. എന്റെ ഉള്ളിലാണ് ധനത്തിന്റെ സമുദ്രം. എന്റെ ചിരിയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഈ സത്യത്തെ തിരിച്ചറിയൂ, നിങ്ങളുടെ ജീവിതം മാറും. ലാഫിംഗ് ബുദ്ധ തന്നെയാണ് കുബേരൻ. കുബേരന്റെ ചിരിയാണ് ഇല്ലായ്മയെ അമൃതാക്കി മാറ്റുന്ന മന്ത്രം. ഇതൊരു വിഗ്രഹം മാത്രമല്ല, കുബേരന്റെ ജീവനുള്ള ഊർജ്ജമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. അത് കാണുക മാത്രമല്ല, ആ ഊർജ്ജത്തെ ജീവിക്കാൻ തുടങ്ങൂ. നിങ്ങൾ ചിരിക്കുമ്പോഴെല്ലാം അത് കുബേരന്റെ ഊർജ്ജമാണ് നിങ്ങളിലൂടെ പ്രപഞ്ചത്തിലേക്ക് ഒഴുകുന്നത്. ഈ സത്യം നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത്. ഇത് ഷെയർ ചെയ്യൂ, മറ്റുള്ളവരും ഈ ഊർജ്ജം അനുഭവിക്കട്ടെ. ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇവിടെ ഓരോ വീഡിയോയും വെറും അറിവല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്തുന്നതാണ്. ധനം വെറുമൊരു വസ്തുവല്ല, അതൊരു ബോധമാണ്. ആ ബോധം ഉണരുമ്പോൾ സമൃദ്ധി താനെ നിങ്ങളെ തേടിവരും. അടുത്ത രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം. അവിടെ ഓരോ ആത്മാവിന്റെയും ഉള്ളിൽ തിളങ്ങുന്ന പ്രപഞ്ചത്തിന്റെ ആ പുഞ്ചിരിയെ നമുക്ക് മനസ്സിലാക്കാം.